അരങ്ങിൽ ജ്വലിച്ച് പെൺകൂട്ടായ്മയുടെ സീത ജാനു. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. ഇരുട്ടിനെ ഭയക്കാതെ സ്വയം തീയായി മാറിയവർ. ചിന്തയും ദിശാബോധവുമുള്ള ഒരു കൂട്ടം പെണ്ണുങ്ങൾ കൂടുതൽ തലയുയർത്തി പിന്നാലെ നടന്നെത്തി. ചരിത്രത്തിലുടനീളം സ്ത്രീക്ക് കൽപ്പിച്ചു നൽകിയ നിശബ്ദതയെ തകർത്തെറിഞ്ഞുകൊണ്ട് തൃക്കരിപ്പൂർ ഇടയിലക്കാട് പെൺകൂട്ടായ്മ പുതുവർഷ പുലരിയിൽ ഒരു നാടകവുമായി അരങ്ങിലെത്തി. തലമുടി ചായം പൂശി നീ കാട്ടിക്കൂട്ടും പ്രായങ്ങൾ തലമുട്ടം തെറ്റ് ഈ കെണിയിൽ വന്നു പെട്ട് വിലമതിക്കാനാവാത്തൊരു സ്വത്ത് അത് ഈ ജീവിതം എന്നറിയ അടിമുടി കാശിനോട് മാറി മാറി വരുന്ന ജീവിത സാഹചര്യങ്ങളുടെ കുത്തൊഴുക്കിൽ അറിയാതെ വീണുപോയ സ്ത്രീയുടെ നിഷ്കളങ്കതക്കൊപ്പം സമകാലിക ലോകത്തെ ആശങ്കയുണർത്തുന്ന സംഭവങ്ങളും അത്യാഗ്രഹികളുടെ ആക്രാന്തവും സമന്വയിപ്പിച്ചാണ് കാലിക പ്രസക്തിയുള്ള ഈ നാടകം ഒരുക്കിയത്. അരങ്ങിൽ സ്ത്രീകൾ മാത്രം കഥാപാത്രങ്ങളായി എത്തിയ നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഇടയിലേക്കാട്ടിലെ കെ ബ്രഷ്നേവാണ്. അതോ പുനരാരംഭിക്കുമോ? അതാണ് നിങ്ങളെപ്പോൾ തന്നെ ഞങ്ങൾക്കും അറിയേണ്ടത്. നിർത്താനോ? ഒരിക്കലുമില്ല. അതിശക്തമായി ഞങ്ങൾ തിരിച്ചു വരിക തന്നെ ചെയ്യും. ഏതെങ്കിലും പ്രത്യേക ഇസങ്ങൾക്കോ വർഗീയ ശക്തികൾക്കോ അടിയറവ് വയ്ക്കാനുള്ളതല്ല കലാകാരന്റെ മസ്തിഷ്കം. നിങ്ങളല്ലേ അവർ? അതെ, അത് ഞാൻ തന്നെ. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒരു ഇതിഹാസ കഥാപാത്രത്തിന്റെ പേര് പോലും പറയാനോ ആ പേരിൽ അഭിനയിക്കാനോ യോഗ്യതയില്ലാതെ വിലക്കപ്പെട്ടവൾ. ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്, അല്ലെങ്കിൽ ഈ പ്രേക്ഷകരോട്. അനശ്വരനായ എഴുത്തുകാരനും സംവിധായകനുമായ മഹാനായ എം.ടിയുടെ സിനിമയിൽ, നിർമ്മാല്യം എന്ന സിനിമയിൽ ഹൈന്ദവ വിശ്വാസത്തിന്റെ പ്രതീകമായ വെളിച്ചപ്പാടിനെ അവതരിപ്പിച്ച് മലയാളത്തിന് ആദ്യമായി ദേശീയ അവാർഡ് നേടിക്കൊടുത്തത് ആരെന്നറിയാമോ? പി.ജെ. ആന്റണി. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയായിരുന്നു. CV ജറ്റ്ന, അർഷിത ജയൻ, കെ കാർത്തിയായനി, സി ലളിത, KV നളിനി, KP പത്മിനി, KP പുഷ്പ, TP രേഷ്മ, V സാവിത്രി, K സവിത, MK ശ്രീലത, KV സുമ എന്നിവർ വേഷമിട്ടു. നാടകത്തിന്റെ ദീപസംവിധാനം പത്മൻ വെങ്ങരയും, ചമയം PV രവീന്ദ്രനും, റെക്കോർഡിംഗ് AB റെക്കോർഡിംഗ് സ്റ്റുഡിയോയുമാണ് നിർവഹിച്ചത്. വർത്തമാന മലയാള സ്ത്രീ നാടകവേദിക്ക് കരുത്തു പകർന്ന് അഭിമാനത്തോടെ തലയുയർത്തി നിന്നുകൊണ്ടാണ് ഇടയിലേക്കാട് പെൺകൂട്ടായ്മയുടെ പുതുവർഷത്തിലെ കടന്നുവരവ്. മാവിലാക്കടപ്പുറം വെളുത്ത പൊയ്യ ബീച്ച് ഫ്രണ്ട്സ് വായനശാല ഗ്രന്ഥാലയമാണ് നാടക അരങ്ങേറ്റത്തിന് ആതിഥ്യം മരുളിയത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലൂട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഉഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.